പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈ ഒരു മണിക്കൂർ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപയുടെ മണിക്കൂറിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും നമ്മൾ തന്നെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ സാമ്പത്തിക മേഖലകൾ, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മെ ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മെ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം മുഴുവനും പ്രതിപാദിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അപ്പവും വീഞ്ഞും നിത്യജീവനേകാനായിട്ട് മാറ്റിവെച്ച ആ വലിയ അത്ഭുതം. ഓരോ വിശുദ്ധ ബലിയും നമുക്ക് വേണ്ടി ഈശോ ഒരുക്കി വെച്ച് നമ്മളെ കാത്തിരിക്കുമ്പോൾ അവിടെ നമ്മോട് പറയുന്നുണ്ട്, മോനെ മോളെ, നിത്യജീവനേകാനായിട്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ ഭക്ത കർമ്മങ്ങളും ഭക്തനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും വിശ്വാസത്തിലൂന്നിയ പ്രവൃത്തികളുമെല്ലാം തന്നെ നമ്മളെ ആത്യന്തികമായി ആനയിക്കേണ്ടത്, നയിക്കേണ്ടത് ഈ നിത്യജീവനിലേക്കാണ്. നമുക്കറിയാം, നമുക്ക് ജീവനുണ്ട്, പക്ഷേ ഈ ജീവനും നിത്യജീവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണമായിട്ട്, അറിവല്ല തിരിച്ചറിവ്, അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ജീവനും നിത്യജീവനും തമ്മിൽ ഒത്തിരി ആഴമായിട്ടുള്ള ഒരു അന്തരമുണ്ട്. അപ്പം നമ്മുടെ ഈ ബോധ്യങ്ങളെല്ലാം കുറച്ചുകൂടി ഉയർന്ന ബോധ്യങ്ങളാകുന്നത് പോലെ, നമ്മുടെ അറിവുകൾ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുന്നത് പോലെ, നമ്മുടെ ജീവൻ നിത്യജീവനിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമുക്ക് ഏറെ ആവശ്യം ഈ അപ്പം തന്നെയാണ്. സ്വയം മുറിച്ചു നൽകാനായിട്ട്, നമ്മോട് കൂടെയായിരിക്കാനായിട്ട് ഈ തൂവെള്ള ഓസ്തിയിലേക്കുള്ള ഈശോയുടെ ആ രൂപാന്തരീകരണം അത് സ്വയം ചെറുതായിക്കൊണ്ടാണെന്ന് നമുക്കറിയാം. ഇത്രയും വലിയ താഴ്മയുടെ ഭാവത്തിൽ, ഇത്രയും വലിയ എളിമയുടെ ഭാവത്തിൽ ഈശോ നമുക്ക് വേണ്ടി സ്വയം മുറിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഈശോ നമ്മെ ഓരോ വിശുദ്ധ ബലിയിലും കാത്തിരിക്കുമ്പോൾ, പ്രത്യേകമായിട്ട് ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ ഈശോ നമ്മളെ കാത്തിരിക്കുമ്പോൾ, ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും ആ തിരിച്ചറിവിലേക്ക്, ആ എളിമയുടെ ചെറുതാകലിൻ്റെ തിരിച്ചറിവിലേക്ക് വരണം എന്ന് തന്നെയാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ വളരെ ആഴമായിട്ടുള്ള വാക്കുകളും പദപ്രയോഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇത്രയും ശ്രേഷ്ഠമായ വിശുദ്ധ ബലിയെ, ഏറ്റവും മഹോന്നതമായ ഈ വിശുദ്ധ ബലിയുടെ സ്ഥാപന വാക്കുകൾ ആ സുവിശേഷത്തിൽ എഴുതി വയ്ക്കാതെ പകരം വിനയത്തിൻ്റെയും കാലുകഴുകലിൻ്റെയും ഒക്കെ അർത്ഥങ്ങളെ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളെ, ഈശോയുടെ പ്രവൃത്തികളെ
യോഹന്നാൻ ശ്ലീഹ എഴുതി വയ്ക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ സന്ദേശം, ഈ സ്വയം ചെറുതാകലിൻ്റെ സന്ദേശം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിയപ്പെടുന്നതിൻ്റെ സന്ദേശം നമ്മളും സ്വീകരിക്കണം എന്ന് തന്നെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ എൻ്റെ പേരിനും എൻ്റെ മഹത്വത്തിനും എൻ്റെ വളർച്ചയ്ക്കും വേണ്ടി മാത്രം എൻ്റെ പ്രാർത്ഥനകളെ, എൻ്റെ യാചനകളെയൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ? ആ നിമിഷങ്ങളെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. നമുക്കായിട്ട് സ്വയം ചെറുതായവൻ, നമുക്കായി തിരുവോസ്തിയായി മാറി നമ്മളോട് കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ മുൻപിലായിരിക്കുന്നവൻ. നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സായാഹ്നമായപ്പോൾ അവൻ അവരോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. അവൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചു. അപ്പമെടുത്ത് അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് നമ്മൾ വായിക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്ത നിമിത്തം ലോകത്തിലേക്ക്, നഗ്നതയിലേക്ക് തുറന്ന മനുഷ്യൻ്റെ കണ്ണ് ഒരിക്കൽ കൂടി തുറക്കുന്നതായിട്ട് നമ്മൾ കാണാം. അത് നിത്യജീവനാകുന്ന ഈശോയിലേക്കാണ്. അത് ഈ അപ്പം മുറിക്കലിലൂടെയാണ്. അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായ ഈശോ ഇതാ നമുക്ക് മുമ്പിൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഈശോയിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഈശോയെ, ഞാൻ കുറവുള്ളവനാ. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഒരുപക്ഷെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ളത് എൻ്റെ വളർച്ചയും എൻ്റെ പേരും എൻ്റെ പ്രശസ്തിയും ഒക്കെ. നീ എനിക്ക് കാണിച്ചു തന്നതുപോലെ സ്വയം ചെറുതാകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. നീ കാണിച്ചു തന്നതുപോലെ സ്നേഹിതന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സ്വയം മുറിയപ്പെടാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഈശോയെ, ആ നിമിഷങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്നെ പ്രതി കുറച്ചുകൂടി എളിമയുടെ ഭാവത്തിൽ, താഴ്മയുടെ ഭാവത്തിലേക്ക് താഴാൻ കർത്താവെ എന്നെയും അനുവദിക്കണേ. അതിനുവേണ്ട വലിയൊരു കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപയുടെ മണിക്കൂർ, ഈ ആരാധന നമുക്ക് പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അപ്പമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്ന ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, ഈ ദിവ്യകാരുണ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആഹാരമായി മാത്രം മാറാതെ ജീവിതത്തിൻ്റെ ആധാരമായി മാറാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന ചോദ്യം പോലുമുണ്ട് സുവിശേഷത്തിൽ. കാരണം ദൈവം തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ കണ്ണുകൾ ഉടക്കി പോകുമ്പോൾ അത് നൽകുന്നവനിലേക്ക് നമ്മൾ പലപ്പോഴും നോക്കാതെ പോകുന്നു. അനുഗ്രഹങ്ങളും നന്മകളും
നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവ മാത്രം നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തരുന്നവനെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നിന്നിലേക്ക് തുറക്കാനായിട്ട് കൃപ തരണമേ. കരങ്ങളെ യാചന രൂപത്തിൽ പിടിച്ച് നമുക്കിങ്ങനെ പാടാം. കാഴ്ചയേകുവാൻ കണ്ണിലെഴുതാൻ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. ഏറ്റുപാടാം. കാഴ്ചയേകുവാൻ കണ്ണിലെഴുതാൻ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. ഒരിക്കൽ കൂടി. കാഴ്ചയേകുവാൻ കണ്ണിലെഴുതാൻ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ്സ് വഹിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.